അതായത് ഒരു രാജ്യം സ്പോൺസർ ചെയ്യുന്ന ടെററിസം എന്ന് പറയുന്നത് ഒരു സമയത്ത് അൽ-ഖൈദ, അവിടെ പിന്നീട് ആൾക്കാരുണ്ടായിരുന്നു, പിന്നെ ISIS, അത് രണ്ടും ഇല്ലാതായി ഇറാന്റെ സംഭവം കയറി വന്നു. അതിനെതിരെയാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷനും ലോകത്തെ യൂറോപ്യൻ രാജ്യങ്ങളും പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളും ഒരുമിച്ച് നിൽക്കുന്നത്. ട്രംപിന് മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് സഹകരിച്ച് ഇറാനെതിരെ ഫൈറ്റ് ചെയ്യണം, അതാണ് ട്രംപിന്റെ ഇഷ്ടം. അതുകൊണ്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. അത് സൈബർ വാർ, അത് ഇത് ഗ്ലോബലായിട്ട് ഇറാനെതിരെ പ്രതിഷേധം ഉയരുക, എന്നിട്ട് ഇടപെടാം. മനസ്സിലാക്കുക, ഇസ്രായേൽ ഭയങ്കരമായിട്ട് അലേർട്ടാണ്. അവർക്കറിയാം അമേരിക്ക കൊണ്ട് അവിടെ ബോംബിട്ട് കഴിയുവാണ്, അറ്റാക്ക് ചെയ്യുവാണെങ്കിലും ഇവർ തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ പോകുന്ന ഇസ്രായേലിലായിരിക്കും. അപ്പോൾ ഇസ്രായേൽ കരുതിയിരിക്കും, അവരേതെങ്കിലും രീതിയിൽ ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ഇസ്രായേൽ നേരിട്ട് ഇടപെടും. ഇതാണ് സംഭവം ഉണ്ടാകാൻ പോകുന്നത്. പിന്നെ അതിൻ്റെ ഗ്ലോബൽ ജിയോ പൊളിറ്റിക്സും എനർജിയുടെ ജിയോ എക്കണോമിക്സ്, അത് രണ്ടാമത്തെ കാര്യം. ഉറപ്പായിട്ടും അതിൻ്റെയും കൂടെ ഒരു ഡോമിനൻസ് പവർ എന്ന് പറയുന്നത് അമേരിക്കയുടെ കയ്യിലോട്ട് പോവുകയാണ്. വീണ്ടും ഞാൻ പറയാം, ഇതെല്ലാം ഇതിൻ്റെ ബെനിഫിറ്റ് ഏറ്റവും കൂടുതൽ കിട്ടാൻ പോകുന്നത് ഇസ്രായേലിനായിരിക്കും. ഇസ്രായേൽ ഡോമിനൻറ്റ് പവർഫുൾ മിലിറ്ററി പവറായിട്ട് വെസ്റ്റ് ഏഷ്യയിൽ മാറും. അതിനെപ്പറ്റി ഞാൻ വേറെ വീഡിയോ ചെയ്യാം. ഒരു കാര്യം ഞാൻ പറയാം, ഇറാനിയൻ ഭരണകൂടം ഇപ്പോൾ ഈ സംഭവം വെടിവെച്ച ആൾക്കാരെ കൊന്നാലും നിങ്ങൾ നോക്കുക, ഇൻ്റർനെറ്റ് ഇല്ല, പവർ ഓഫ് ആക്കുന്നു. അതായത് കറണ്ടില്ല, ഇൻ്റർനെറ്റ് ഇല്ല, കറണ്ടില്ല, കുടിക്കാനുള്ള ആഹാരം വെള്ളം അതുപോലും നിർത്തല. എന്തൊട്ടും ജനങ്ങൾ തെരുവിലിറങ്ങുകയാണ്, നല്ല തണുപ്പുമാണ്. എന്തുകൊണ്ടാണ് ഇത്രയും വെടിവെപ്പുണ്ടായത്? കാരണം അവിടെയുള്ള ഈ പ്രതിഷേധക്കാരെ, ഈ ഇറാനിയൻ സെക്ടറി, അവിടെ ആൾക്കാർ, അവരുടെ മന്ത്രിമാരും അവിടെയൊക്കെ താമസിക്കുന്നിടത്തോടെ ഇരച്ചു കയറിയപ്പോഴാണ് ഇവർ ഫയർ ചെയ്യുന്നത്. ഒരു നിവൃത്തിയില്ല, ഫയർ ചെയ്യുകയാണ്. ആയുധമില്ലാത്ത ഒരാളെ ഫയർ ചെയ്യുന്ന ഒരു മിലിറ്ററി ഫോഴ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഫയർ ചെയ്യുന്ന മിലിറ്ററി ഫോഴ്സ് ലോകത്തെവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ട്? ആ മിലിറ്ററി ഫോഴ്സും ആ ഭരണകൂടവും പരാജയപ്പെട്ടിട്ടുണ്ട്. അത് ലോകത്തിൻ്റെ ഏറ്റവും വലിയ ചരിത്രമാണ്. ആയുധമില്ലാത്തവനെ ആയുധമുള്ളവൻ ഫയർ ചെയ്യുമ്പോൾ ഒരു സ്റ്റേറ്റ്, ആ ഫൈറ്റ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിരിക്കും. അത് വൈഡ് സ്പ്രെഡ് ആയിട്ട് നിങ്ങൾക്ക് എത്രമാത്രം ഫയർ ചെയ്യുമ്പോഴും വെടിവെച്ച ആൾക്കാരെ കൊല്ലുമ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, അവിടെയുള്ള ജനങ്ങൾ ഒന്നടങ്കം അലേർട്ടാകും, അവർ മുഴുവനും തെരുവിലിറങ്ങും.